നമസ്കാരം. വാടാനി ഡാമിന് സമീപത്ത് അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇന്നെത്തും. കഴിഞ്ഞ 2 ദിവസമായി കൊമ്പൻ നടക്കാൻ പോലും കഴിയാതെയാണ് ഡാമിനു സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. നാട്ടുകാർ ആനയെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ചേലക്കര മേഖലയിൽ നിന്നും കാട്ടാനകളുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഓരോ വാർത്തയിലേക്കും നമുക്ക് പോകാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടി. ഇലക്ഷൻ കമ്മീഷൻ സമയം നീട്ടിയത് ഈ മാസം 30-ാം തീയതി വരെ. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ. ചേലക്കര മേഖലയിൽ വീണ്ടും വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം തോണൂർക്കര പാറപ്പുറം ഭാഗത്ത് ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടമെത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടി. ഈ മാസം 30-ാം തീയതി വരെയാണ് ഇലക്ഷൻ കമ്മീഷൻ സമയം നീട്ടിയത്. 22-ാം തീയതി വരെയായിരുന്നു മുൻപ് അനുവദിച്ച സമയം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് സമയം നീട്ടി നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്ന് സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് സുപ്രീം കോടതി ഈ മാസം 30-ാം തീയതി വരെയാണ് ഇലക്ഷൻ കമ്മീഷൻ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. അർഹതപ്പെട്ടവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൗകര്യമൊരുക്കുന്നതിനായി ഈ പട്ടിക വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണം. നിലവിൽ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയം നീട്ടി നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള അവകാശം നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ നടപടികൾ അത്യാവശ്യമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. ഇതോടെ കേരളത്തിലെ SIRന് ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വൈകിയേക്കും. പട്ടികയിൽ നിന്ന് ഒഴിവായവർക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉന്നയിച്ചതോടെയാണ് സുപ്രീം കോടതി സമയം നീട്ടാൻ ഉത്തരവിട്ടത്. ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണെന്നും മന്ത്രി കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സജി ചെറിയാന്റേത് വിദ്വേഷ പ്രസ്താവനയാണെന്നും വർഗീയത ആളിക്കത്തിക്കുന്നത് തലമുറകളോടുള്ള ക്രൂരതയാണെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം CPM നേതാവായ AK ബാലന്റെ പ്രസ്താവന, രണ്ടാമതിപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എത്ര ആപൽക്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ് ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞത് ശരിവയ്ക്കുകയാണ്. അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ അതേ വഴിയിലൂടെ CPM യാത്ര ചെയ്യുകയാണ്. അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ 2 പ്രസ്താവനകൾ നടന്നിട്ടുള്ളത്. ബാലൻ്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മന്ത്രിസഭയിലൊരു അംഗം ഇതുപോലെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല. ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത്! കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും. നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിണറായി വിജയനും വി.ഡി. സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന്, അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന, നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പം എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം?
ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേലക്കര മേഖലയിൽ വീണ്ടും വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം തോണൂർക്കര പാറപ്പുറം ഭാഗത്ത് ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടമെത്തി. RRT സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പടക്കം പൊട്ടിച്ച് ആനകളെ കാട്ടിലേക്ക് തുരത്തിയത്. വേനൽ ആരംഭിച്ചതോടെ വനത്തിനുള്ളിൽ വെള്ളത്തിനും ഭക്ഷണത്തിനും ക്ഷാമം നേരിടുന്നതായാണ് വന്യജീവികൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ കടന്നുവരാൻ കാരണമെന്നാണ് കരുതുന്നത്. രാത്രികാലങ്ങളിൽ കൃഷിയിടങ്ങളിലടക്കം കാട്ടാനകൾ ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിൽ ആഴ്ത്തുകയാണ്. വന്യജീവി ശല്യം തടയുന്നതിനായി ശാശ്വതമായ പ്രതിരോധ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശ്രീകുരുമ്പക്കാവിലേക്ക് വൻ ഭക്തജനപ്രവാഹം. ഉച്ചയോടെ 5 ആനകളോടെ തെക്കേ നടയിലെ കുരുമ്പാമയുടെ നടയിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പിന് അയലൂർ അനന്തനാരായണ ശർമ്മ, ഇരിങ്ങോൾ കണ്ണൻ, ഉദയനാപുരം ഹരി എന്നിവരുടെ പഞ്ചവാദ്യം അകമ്പടിയായി. എഴുന്നള്ളിപ്പ് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ 7 ആനകളെയും കിഴക്കേ നടയിൽ ആനപ്പന്തലിൽ നിന്ന് 9 ആനകളെയും നിരത്തി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ക്ഷേത്ര സങ്കേതം തിരക്കിലമർന്നു. എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂർ അച്യുതൻകുട്ടി ഭഗവതിയുടെ കോലമേറ്റി. കിഴക്കൂട്ട് അനിയന്മാരാർ പാണ്ടിമേളത്തിന് മാറ്റുകൂട്ടി. വൈകിട്ട് 6:30യോടെ പകൽ എഴുന്നള്ളിപ്പ് സമാപിച്ച് ഭഗവതിയുടെ കോലം ഇറക്കി. പൂജകൾ കഴിഞ്ഞതോടെ 1001 കതിനകൾ മുഴങ്ങി. മാളവള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഫെബ്രുവരി 3-ന് ഊട്ടുതിരുനാളും ഫെബ്രുവരി 8-ന് ദർശന തിരുനാളും ആഘോഷിക്കും. ജനുവരി 24 മുതൽ നവനാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. ഫെബ്രുവരി 2-ന് തിരുനാളിന് കൊടിയേറും. 3-ന് ഊട്ടുതിരുനാൾ ആഘോഷ ദിനത്തിൽ 300 തിരുശേഷിപ്പുകളുടെ വണക്കം, ഊട്ടുനേർച്ച എന്നിവ നടക്കും. 4-ന് പാരിഷ് ഫെസ്റ്റും 5-ന് മതബോധന ഫെസ്റ്റും ആഘോഷിക്കും. 7-ന് ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. ഫെബ്രുവരി 8-ലെ തിരുനാൾ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറക്കൽ നേതൃത്വം നൽകും. പത്രസമ്മേളനത്തിൽ ഫാദർ പോൾ തോമസ് കളത്തിൽ, വിൽഫ്രഡ് പുതുവന, ഡെന്നി ചക്കാലക്കൽ, LB തട്ടകത്ത്, തോമസ് ചക്കാലക്കൽ, ജോസ് ചക്കാലക്കൽ, ലിസി ജോയ് വടക്കൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ 100 വർഷങ്ങളുടെ ആഘോഷങ്ങളുടെ സമാപനവും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാളും ദർശന തിരുനാളും സാഘോഷമായി കൊണ്ടാടുകയാണ്. വരുന്ന ഫെബ്രുവരി 2-ാം തീയതി കൊടികയറ്റത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ 8-ാം തീയതി ദർശന തിരുനാളോടുകൂടെയാണ് സമാപിക്കുന്നത്. 3-ാം തീയതിയാണ് 10,000ങ്ങൾ പങ്കെടുക്കുന്ന ഊട്ടുതിരുനാൾ സാഘോഷമായി നാം കൊണ്ടാടുന്നത്. രാവിലെ 6:30 മണിക്കുള്ള ദിവ്യബലിയോടുകൂടെ തുടങ്ങി വൈകിട്ട് 7:30 മണിക്കുള്ള ദിവ്യബലി വരെ തുടർച്ചയായി 7 വിശുദ്ധ കുർബാനകളും നൊവേനയും ആരാധനയുമാണ്. അതിൽ തന്നെ സിറിയൻ റീത്തിലും ലത്തീൻ റീത്തിലും തമിഴ് ഭാഷയിലും ഒക്കെ വിശുദ്ധ ബലിയർപ്പണങ്ങളുണ്ട്. രാവിലെ 6:30 മണിയുടെ ദിവ്യബലിക്ക് ശേഷം 7:30 മണിക്ക് കോട്ടപ്പനം രൂപതയുടെ വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ ഊട്ടുനേർച്ച ആശീർവദിക്കുകയാണ്. 7:30 മണി തുടങ്ങി ഊട്ടുനേർച്ച ആരംഭിക്കും. അതോടുകൂടെ 300 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ അതിൻ്റെ വണക്കവും ഉണ്ടായിരിക്കുന്നതാണ്. തുടർച്ചയായി രാവിലെ മുതൽ രാത്രി 7 മണി വരെ ഊട്ടുനേർച്ച ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടി. ഇലക്ഷൻ കമ്മീഷൻ സമയം നീട്ടിയത് ഈ മാസം 30-ാം തീയതി വരെ. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ. ചേലക്കര മേഖലയിൽ വീണ്ടും വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം തോണൂർക്കര പാറപ്പുറം ഭാഗത്ത് ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടമെത്തി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.